ഫ്രഞ്ച് തുടരുന്നു. കണ്ണൂരിൽ നിന്നുള്ള പോലീസ് സംഘം ജീവനൊടുക്കിയ നിതിൻ രാജിന്റെ തിരുവനന്തപുരത്തെ വീട്ടിലെത്തി. വീട്ടുകാരുടെ മൊഴി രേഖപ്പെടുത്തുകയാണ്. വിവരങ്ങളുമായി ദേവൻ MP ചേരുന്നുണ്ട്. ദേവൻ, എന്താണ് വിശദാംശങ്ങൾ? ഹർഷൻ, അല്പസമയം മുമ്പാണ് കണ്ണൂർ ചക്കരയ്ക്കൽ നിന്നുള്ള CI ഫക്രുദ്ദീൻ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം നെടുമങ്ങാടുള്ള നിതിന്റെ വീട്ടിലെത്തിയിരിക്കുന്നത്. ഈ കുടുംബം ഉന്നയിച്ചതുപോലെ തന്നെ ഈ പരാതികളുടെ കാര്യത്തിൽ വിശദമായിട്ടുള്ള മൊഴി രേഖപ്പെടുത്താൻ കൂടിയിട്ടാണ് ഇപ്പോൾ ഈ അന്വേഷണ സംഘം നിതിന്റെ വീട്ടിൽ എത്തിയിട്ടുള്ളത്. നിതിന്റെ പിതാവിന്റെയും ഒപ്പം തന്നെ മാതാവിന്റെയും രണ്ട് സഹോദരിമാരുടെയും വിശദമായിട്ടുള്ള മൊഴി ഇത് സംബന്ധിച്ച് രേഖപ്പെടുത്തും. ആദ്യഘട്ടത്തിൽ ഈ കുടുംബം ഈ പരാതി ആദ്യം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആദ്യ പരാതി ലഭിച്ചിരുന്നത് ചക്കരയ്ക്കൽ പോലീസിലായിരുന്നു. അവരായിരുന്നു ആദ്യഘട്ടത്തിൽ ഇതിന്റെ പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇതിന് പ്രത്യേക അന്വേഷണ സംഘം, സിറ്റി പോലീസ് കമ്മീഷൻ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയും ആ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ കുടുംബത്തിന്റെ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ മൊഴിയെടുക്കാനായി ചക്കരയ്ക്കൽ CI ഫക്രുദ്ദീൻ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇപ്പോൾ വീട്ടിലെത്തിയിരിക്കുന്നത്. പ്രധാനമായും ഈ റാഗിങ്ങുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജാതി അധിക്ഷേപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചോദിച്ചറിയും. പ്രത്യേകിച്ചും നിതിൻ പലപ്പോഴായും ഈ കുടുംബാംഗങ്ങളോട് ഇത്തരത്തിൽ തനിക്ക് നേരിട്ടിരുന്ന ഈ ജാതി അധിക്ഷേപങ്ങളും ഒപ്പം തന്നെ അധ്യാപകരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നുള്ള മാനസിക പീഡനങ്ങളെ പറ്റിയിട്ടെല്ലാം തന്നെ കുടുംബാംഗങ്ങളോട് വിശദമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ അടക്കമുള്ള ശബ്ദരേഖാ സന്ദേശങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം തന്നെ നിതിൻ കുടുംബാംഗങ്ങളോട് വിശദമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് കഴിഞ്ഞ ദിവസവും അല്ലെങ്കിൽ നമ്മൾ മാധ്യമപ്രവർത്തകരെല്ലാം തന്നെ വീട്ടിലെത്തിയപ്പോൾ പിതാവും ഒപ്പം തന്നെ സഹോദരിയും എല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി മാതാപിതാക്കളുടെ ഭാഗത്തു നിന്നും മൊഴി രേഖപ്പെടുത്തണം. ഏതെങ്കിലും വ്യക്തികളുടെ പേരുകൾ നിതിൻ എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധ്യാപകരുടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന അധ്യാപകരായിട്ടുള്ള റാമിന്റെയും സംഗീതയുടെയും അടക്കം ഉള്ള പേരുകൾ അതിനുപരി മറ്റാരുടെയെങ്കിലും പേരുകൾ നിതിൻ ഇത്തരത്തിൽ പറഞ്ഞിട്ടുണ്ടോ, ഒപ്പം തന്നെ സഹപാഠികളുടെ കാര്യം, അങ്ങനെയുള്ള എല്ലാ വിശദമായിട്ടുള്ള കാര്യങ്ങളും ഇതിന്റെ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും അതിനെപ്പറ്റിയിട്ടുള്ള മൊഴി രേഖപ്പെടുത്താനാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും നിതിന്റെ അറിവ് അല്ലെങ്കിൽ നിതിന്റെ വീട്ടുകാരുടെ അറിവോട് കൂടി തന്നെയാണ് നിതിൻ ഈ ആപ്പിൽ നിന്നും ലോൺ എടുത്തിരുന്നുള്ള കാര്യം അച്ഛൻ തന്നെ രാവിലെ നമ്മളോട് സംസാരിച്ചപ്പോൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അമ്മയുടെ ചികിത്സയുടെ ആവശ്യങ്ങൾക്കായാണ് നിതിൻ ഇത്തരത്തിൽ 14,000 രൂപ ലോൺ ഈ മൊബൈൽ ആപ്ലിക്കേഷനിൽ നിന്നും ലോൺ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ തിരിച്ചടവ് ചില സമയത്ത് മുടങ്ങിയിട്ടുണ്ടായിരുന്നു എങ്കിൽ കൂടിയും ആ മുടങ്ങിയ തിരിച്ചടവുകളെല്ലാം തന്നെ കൃത്യമായി പിന്നീട് തിരിച്ചടയ്ക്കുകയും പിന്നീടുള്ള തവണകളെല്ലാം തന്നെ കൃത്യമായി അടയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഈ ബാങ്കിന്റെ അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ ബന്ധപ്പെട്ടിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് കോളേജ് അധികൃതർ തങ്ങളെ അറിയിച്ചിരുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് പിതാവ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ഈ സംഭവം നടന്ന അല്ലെങ്കിൽ നിതിൻ ഈ 3ാമത്തെ നിലയുടെ മുകളിൽ നിന്നും താഴേക്ക് വീണ് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും മാധ്യമങ്ങളിലൂടെ വാർത്ത വന്നതിന് ശേഷമാണ് കുടുംബാംഗങ്ങൾ ഈ കാര്യങ്ങളൊക്കെ തന്നെയും അറിയുന്നത്. അതുകൊണ്ട് തന്നെ നിതിന്റെ മരണത്തിൽ വലിയ രീതിയിലുള്ള ഒരു ദുരൂഹത ഈ കുടുംബം ഇപ്പോഴും ആരോപിക്കുന്നു. മാത്രമല്ല നിതിന്റെ പിതാവ് നമ്മളോട് സംസാരിക്കുമ്പോൾ ഏറെ വികാരാതീതനായിക്കൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഇത്രയും ഉയരത്തിൽ നിന്ന് വീണ ഒരു മകന്റെ അല്ലെങ്കിൽ തന്റെ മകന്റെ ദേഹത്ത് മുറിപ്പാടുകളെല്ലാം തന്നെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു സ്വാഭാവിക മരണമല്ല, അല്ലെങ്കിൽ നിതിൻ അത്തരത്തിൽ ജീവൻ ഒടുക്കാൻ സാധ്യതയില്ല എന്നും ഇതൊരു കൊലപാതകമാണെന്നുള്ള തരത്തിലുള്ള രൂക്ഷമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് നിതിന്റെ പിതാവ് ഈ കോളേജ് അധികൃതരുടെ നേരെ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി ചോദിച്ചറിയാൻ തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനം. അല്പസമയം മുമ്പാണ് നിതിന്റെ വീട്ടിലേക്ക് ഈ അന്വേഷണ സംഘം എത്തിയിട്ടുള്ളത്. ഏതായാലും ഏകദേശം 1 മണിക്കൂറോളം നീണ്ടു നിൽക്കും ഈ മൊഴിയെടുപ്പ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതനുസരിച്ചായിരിക്കും ഇനിയിപ്പോൾ മുന്നോട്ടുള്ള നിയമ നടപടികളെല്ലാം തന്നെ സ്വീകരിക്കുക. ഹർഷൻ, ദേവൻ MP ആണ് വിവരങ്ങൾ നൽകിയത്.